മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം സംരക്ഷിക്കാൻ ഭരണാധികാരികൾ തയ്യാറാവണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും ശുപാർശകൾ നടപ്പിലാക്കും വരെയും കത്തോലിക്ക സമൂഹം സമരരംഗത്തായിരിക്കുമെന്നും മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പ്രൊഫസർ രാജു കൊച്ചുപറമ്പിൽ, രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, ഗ്ലോബൽ സെക്രട്ടറിമാരായ ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് രൂപത ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി തൊമ്മാന, ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം ഉണ്ട്. ആന്റി കൺവെർഷൻ ബില്ലിന്റെ ഓമനത്വം പ്രകടമാക്കിക്കൊണ്ട് അതിന്റെ പേരില് ന്യൂനപക്ഷങ്ങള് ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ അവകാശയാത്ര ഭാരതത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന മനഃസ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ല, മറിച്ച് മതസ്വാതന്ത്ര്യത്തെ അച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള വേദിയാണ്. അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തില് മതസ്വാതന്ത്ര്യം ഭാരതത്തിലെ എല്ലാ പൗരനും ലഭിക്കണം. ആന്റി കൺവെർഷൻ ബിൽ പിൻവലിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ ഇന്ന് വിശ്വാസ മൂല്യങ്ങള് പരിഹാസത്തിന് വിധേയമാകുന്ന രംഗങ്ങളുണ്ട്. ഏതൊരു മതത്തിന്റെയും വിശ്വാസത്തെ പരിഗണിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. അവിടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വർഗീയ ശക്തികള് ഉണർന്നെഴുന്നേറ്റ് വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുന്നത് ഈ യോഗം അപലപിക്കുന്നു. അതൊരിക്കലും ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല.